സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർ ഈ ലോകത്തെ പ്രവൃത്തി പുസ്തകത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നുവല്ലോ. എങ്ങനെ മറിച്ചു? ഒന്ന് പറ സഹോദര, എങ്ങനെയാ അവർ കീഴ്മേൽ മറിച്ചത്? ഈ ലോകത്തെ എടുത്ത് കീഴ്മേൽ മറിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ മറിച്ചത്? ആത്മശക്തി കൊണ്ട് ലോക മനുഷ്യരെ കീഴ്മേൽ മറിച്ചു. പാപികളായവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. കൊലപാതകന്മാര്, ദുഷ്ടന്മാര്, നീചന്മാര്, ഹല്ലേലൂയ, സമൂഹത്തിൽ അറയ്ക്കപ്പെട്ടവരെ, ജയിലിൽ കിടന്ന് ആജീവനാന്തം മുഴുവൻ അവിടെ കിടന്ന് ചാകേണ്ട പ്രിയപ്പെട്ടവർ അനേകരെ നമ്മുടെ കേരളക്കരയിലും ഭാരതത്തിലും ആഗോള വ്യാപകമായി കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർ ആരായി മാറി? നല്ല സ്തോത്രം, ആട്ടും കുട്ടികളെപ്പോലെ, കുഞ്ഞുങ്ങളെപ്പോലെയുള്ള ഹൃദയമുള്ളവരായി. അവർ നല്ല മനുഷ്യരായി, അവർ ദൈവ മനുഷ്യരായി തീർന്നു. ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ഒരു തത്വശാസ്ത്രത്തിനും കഴിയില്ലെന്ന് ഓർത്തോണം. കമ്മ്യൂണിസം കൊണ്ടോ ഏത് തത്വസംഹിത കൊണ്ടോ ലോകത്തിലെ മനുഷ്യനെ മാറ്റി മറിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. അതേസമയത്ത് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവനിൽ വലിയ രൂപാന്തരം ഉണ്ടാകും. നമ്മളൊരു പാസ്റ്റർ പ്രസംഗിച്ചു കേട്ടു, 56 കൊലപാതകം ചെയ്ത അവിടുത്തെ ക്യാപ്റ്റൻ ചെമ്മേൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുക ഒരു ഉരുക്ക് മനുഷ്യൻ. ഈ വചനം കേട്ട് 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 പുള്ളി ഇരുന്നങ്ങനെ കരയുക. കാരണം ആത്മാവ് ഇടപെട്ടു. നീ നടത്തിയ കൊലപാതകങ്ങൾ, നീ നടത്തിയ ക്രൂരതകൾ അത് വലിയ പാപമാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് കരഞ്ഞിട്ട് ആ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഞാൻ ഇത്ര കൊലപാതകം ചെയ്തിട്ടുണ്ട്, ഞാൻ മഹാപാപിയാണ്, എൻ്റെ പാപം ദൈവം ക്ഷമിച്ചു തരുമോ? അദ്ദേഹം വചനത്തിലൂടെ പറഞ്ഞു, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നു, അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ പറഞ്ഞു. വിശ്വസിച്ചു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, അദ്ദേഹം സ്നാനപ്പെട്ടു, അദ്ദേഹം അഭിഷേകം പ്രാപിച്ചു, ഒരു കുഞ്ഞിനെ പോലെ ജീവിച്ച് മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാനങ്ങ് വല്ലാതെ എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കാനിടയായി. അതാ ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നുള്ളത്. മനസ്സിലായോ? ലോകത്തിലെ ദുഷ്ടന്മാരെയും നീചന്മാരെയും മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നവരെയും സ്വത്രം മനുഷ്യരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, വചനം ഭക്ഷിക്കുക, ആത്മാവിനെ പാനം ചെയ്യുക. ഹാമാസിൻ്റെ കൂടെ നടന്ന എത്രയോ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു അല്ലേ? ദൈവമക്കളായി തീർന്നില്ലേ? ഹാമാസ് എന്ന ലീഡറിൻ്റെ ഒരു മകള് രക്ഷിക്കപ്പെട്ടു. എൻ്റെ സാക്ഷ്യം ഇപ്പോഴും എൻ്റെ മൊബൈൽ കിടപ്പുണ്ട്. ആ കുഞ്ഞ് പറയുന്നത് കേട്ട് നമ്മുടെ ചങ്ക് തകർന്നു പോകും. അവൾ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഇസ്ലാം മതി ഒഴികെ ബാക്കി എല്ലാവരെയും ശത്രുക്കളായിട്ട് കണ്ടു. അവസരം കിട്ടി അവരെ കൊന്നേ കത്തി കയറ്റിയേക്കണം അവിടെ വള്ളയ്ക്ക്. അല്ല അവരെ പഠിപ്പിച്ചത്. പക്ഷേ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഏത് പാപിയെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ഏത് പാപത്തെയും ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, ഏത് ക്രൂരനെയും ഒരു കുഞ്ഞിനെ പോലെ ആക്കി തീർക്കാൻ കഴിയുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരത്തിന് കഴിവുണ്ട്. അതാണ് ശിഷ്യന്മാർ നടന്നത്. തമ്മിൽ ഇടിമക്കളെന്ന് പറഞ്ഞ ശിഷ്യന്മാര് തമ്മിൽ തല്ലി വഴക്കുണ്ടായിക്കൊണ്ടിരുന്നവരെ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ലേ പ്രിയമുള്ളവരെ? പ്രധാന വിഷയം അവർ ദൈവവചനം ഭക്ഷിക്കുകയും ആത്മാവിനെ പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. നമ്മളാ നേരം ഉണ്ടെങ്കിൽ മൂക്കുപൊട്ട 2 ബിരിയാണിയും തിന്ന് കുറേ അതും ഇതുമൊക്കെ അലിച്ചു വാരി തിന്ന് നമ്മളിങ്ങനെ കിടന്നുറങ്ങും മൂക്കുപൊട്ടെ. സ്വത്രം. ഇതൊന്നും ഭക്ഷിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഭക്ഷിക്കുന്നതൊക്കെ നല്ലതാണ്, നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യമെല്ലാം കഴിക്കുക. അതിനേക്കാൾ ഉപരി ഈ വചനം ഭക്ഷിക്കുക. എല്ലാ ദിവസവും 3-4 അധ്യായങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി നോക്കുക. അഭിഷേകം പ്രാപിച്ച് ആത്മശക്തി പ്രാപിക്കുക. ദൈവം നിന്നെക്കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യിക്കാനിടയായിത്തീരും. യാതൊരു വിദ്യാഭ്യാസവും യാതൊരു ഗുണവും നിറവും മണവും ഇല്ലായിരുന്ന പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മളെ എത്രയധികമായി ഉപയോഗിക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പക്ഷേ നമ്മൾ എവിടെ വായിച്ച് നിർത്തിയ വാക്യം? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 6:47 മുതൽ വായിച്ചിട്ട് എവിടെ കൊണ്ട് നിർത്തി? അതിൻ്റെ കണ്ടിന്യൂഷൻ വായിക്കാം. എൻ്റെ മാംസം 55 എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും. അപ്പൊ മാംസം എന്നുള്ളത് വചനവും
രക്തം എന്നുള്ളത് പാനീയവുമായിട്ട് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നതിനായിട്ടാണ് ഇവിടെ വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അടുത്ത എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കാൻ ചെയ്യുന്നവൻ എന്നിലും ദൈവവചനം ഭക്ഷിച്ച് ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുക, നാം ദൈവത്തിൽ വസിക്കുക. എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുക. അടുത്ത ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. കണ്ടോ, എന്റെ വചനം ഭക്ഷിക്കുന്നു എന്മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും അവര് സ്വർഗത്ത് മന്ന കൊടുത്തവരൊക്കെ തിന്ന് മരിച്ച് ചത്തുപോയെന്ന്. എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഈ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഈ ശ്വാസത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, നിത്യമായി ജീവിക്കുമെന്ന്, സ്വർഗത്തിൽ ജീവിക്കുമെന്ന്, മരണമില്ലാത്ത ശരീരം അവന് കിട്ടുമെന്ന്, നിത്യതയിൽ അവന് ഓഹരി കിട്ടുമെന്ന് അതിന്റെ അർത്ഥം. ആഴമേറിയ അർത്ഥങ്ങളാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അടുത്ത വാക്യം വായിച്ച ജീവിക്കും. പറഞ്ഞു കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. സ്തോത്രം. പെറുപിറുത്തു അറിഞ്ഞ് അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ, മനുഷ്യപുത്രൻ കണ്ടാലോ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ സംസാരിച്ച വചനത്തിലാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. മറ്റ് യാതൊരു അവതാരം പറഞ്ഞതിന് ജീവനില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് നമ്മൾ കേൾക്കരുത്. എനിക്ക് ഒരു വലിയ കുഴപ്പമുണ്ടത്. പിണറായി എന്ത് പറഞ്ഞു, സതീശൻ എന്ത് പറഞ്ഞു, ഇതാ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇതുള്ളത് വലിയ കഥയൊന്നുമില്ല. 60 or 70 വയസ്സ് ഈ ഭൂമി ജീവിക്കാനുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. ലോകത്തിലെ ഏത് മഹാൻ പറഞ്ഞാലും നമ്മുടെ ഈ ശരീരം മണ്ണോട് ചേരുന്നവരെ ഉള്ള കാര്യങ്ങൾ അവർ പറയുന്നുള്ളൂ. എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ ശരീരം മണ്ണോട് ചേർന്നാലും നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വന്ന് ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ള കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിച്ചത്. എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യമായ ഒരു ജീവിതം നമുക്ക് തരാനാണ് കർത്താവ് തൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് മുഴുവൻ അതാണ്. കർത്താവ് പഠിപ്പിച്ച തത്വശാനങ്ങളും മറ്റ് അതും മന്ത്രങ്ങളും ജപങ്ങളൊന്നും അല്ല. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യത പ്രാപിക്കുവാൻ ആവശ്യമായ വചനങ്ങളാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. എന്നിട്ട് അവസാനം മത്തായി 28:20 പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. നമ്മളിത് ചെയ്യത്തില്ല. കർത്താവ് ഞാനോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിക്കാൻ പറഞ്ഞു. നമ്മളിപ്പോൾ മോശ പറയാൻ അടക്കുക. മോശ പറഞ്ഞതോ ഉപദേശിക്കുന്നത് നമ്മൾക്ക് തെറ്റിപ്പോയി, അടിപടലം തെറ്റിപ്പോയി. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാൻ കർത്താവ് പറഞ്ഞെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ശിഷ്യന്മാർ ആരായി മാറും? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലെ ശിഷ്യന്മാർ ആരായി മാറി? വചനത്തിൽ നോക്കാതെന്ന് പറഞ്ഞേ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലെ ശിഷ്യന്മാർ ആരായി മാറി? അവർ ക്രിസ്തുവിന്റെ പത്രങ്ങളായി തീർന്നു. അവർ ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നു. ക്രിസ്തുവിന്റെ പ്രമാണം പഠിപ്പിച്ച് അവരെ അപ്പോസ്തലന്മാരെ പോലെയായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിനെ പോലെയായി. നമ്മളിപ്പോൾ കീഴോട്ട് പോവുക. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ വചനത്തിനാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. ആ വചനം നമ്മളെ ആത്മീയമായി ജീവിപ്പിക്കുന്നതാണ്, നമ്മെ ശക്തീകരിക്കുന്നതാണ്. ഞങ്ങളെ ദൈവദിനം പഠിപ്പിച്ച ദേവദാസൻ ചെയ്ത കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതൊരു അനുഭവമാണ്. അദ്ദേഹം ഇങ്ങനെ അവശനായിട്ട് കിടക്കുക. 94 വയസ്സിലാണ് മരിക്കുന്നത്. ആ മരിക്കുന്നതിന് ഒരു മാസം മുമ്പൊക്കെ ഇച്ചിരി ക്ഷീണത്തോട് കിടക്കും. അപ്പം ഞങ്ങളെ എന്നിട്ട് പറയും, അല്പസമയം വചനത്തിൽ നിന്ന് ധ്യാനിക്കാനായിട്ട് ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയും, ഏതെങ്കിലും ഒരു പുതിയ നിയമത്തിൽ ഒരു വാക്യം എടുത്തിട്ട് ഇട്ടുകൊടുക്കും. ഈ വചനത്തിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞിട്ട് പുള്ളി ചാടിയും വരുന്നത് എന്താ കാര്യം എന്നറിയാം. ഈ വചനം ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ജീവനാണ്. പുള്ളി തന്നെ പറയും, ഞാനിവിടെ അനങ്ങാപ്പാറ പോലെ കിടക്കുകയാണ്, എനിക്ക് ഒരു രക്ഷയില്ല. പക്ഷേ സഹോദരൻ ചോദിച്ച വാക്യം എൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ എനിക്ക് ജീവൻ വന്നു. എങ്ങനെയാണ് 94 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത്?
ഇവിടെ 60 ആകുന്നതിന് മുമ്പ് കിറിഞ്ചി കിടക്കുക. അടക്കാൻ വയ്യ, പിടിച്ചു നടത്തണം ചിലതേക്ക്. ഞാൻ ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു മിക്കവാറും വാടി പിടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഇങ്ങനെ പോയാൽ. കാരണം എന്താ? ജീവനില്ല, ആത്മാവിൽ ജീവനില്ല, ശക്തിയില്ല, ദൈവകൃപയില്ല, വചനജ്ഞാനമില്ല, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നനാകുന്നില്ല. സ്വത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും, അതല്ലേ പോലും പറയുന്നത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ. ഇപ്പൊ നമ്മൾ തിരിച്ചു വരിക. ഇപ്പോൾ പുറമേ ഉള്ളവൻ ICU കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടക്കുക, ICU കിടക്കുക. പുറമേ ഉള്ളവൻ എന്ത് ചെയ്യാം? നല്ല ബലത്തോടെ വരിക. നമ്മളാരുമല്ല പറയുന്നത്, നമ്മളൊക്കെ അച്ചുക്കളാവൊന്നും ഇല്ലാത്തവർ. ചില ആൾക്കാരെ കാണണം, വിശ്വാസികളെയൊക്കെ പാസ്റ്റർമാരെ മാസയോഗം കഴിഞ്ഞ് ചാപ്പടിക്കാൻ നേരം ഞങ്ങൾ മാറാന്ന് പറയുന്നത് സഹോദരന്മാരും. കാരണം തിന്നിട്ടെന്ന് പറയാം, മുമ്പോട്ട് ചെല്ലുക അങ്ങോട്ട്. നിങ്ങളൊക്കെ പിന്നെ കഴിച്ചാൽ മതി, ഞങ്ങൾ പാസ്റ്റർമാർ കഴിച്ചോട്ടെന്ന്. ഇവിടെ പാസ്റ്റർ എന്നോ പ്രസിഡന്റ് എന്നോ വല്ല സാധനമുണ്ടോ? ക്യൂ ആയിട്ടൊന്നും എല്ലാവരും ഒരുമിച്ച് ഭക്ഷിക്കണം. അതാ സായിപ്പിൻ്റെ രീതി. വലിയ ചെറുപ്പം നമ്മളാക്കി വെച്ചിരിക്കുക ഇവിടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം ഭക്ഷിക്കുക. കൊരിന്ത് സഭയുടെ പ്രത്യേകത സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി വചനം ഭക്ഷിച്ചുകൊണ്ടിരുന്നു, വചനം പഠിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും വചനം ധ്യാനിക്കുക, തന്നെയും പിന്നെയും വചനം ധ്യാനിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വചനത്തിൻ്റെ മുൻപാകെ അടുത്ത് ചെല്ലുക. ഈ വചനം എന്ന് പറഞ്ഞാൽ ആരാ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ, സമയം മുമ്പോട്ട് പോയല്ലോ. സ്വത്രം. അടുത്ത നമ്മൾ വായിച്ചു നിർത്തിയ വാക്യത്തിൻ്റെ കണ്ടിന്യൂഷൻ. ഞാൻ സംസാരിച്ചവൻ ആത്മാവ് ജീവനമാകുന്നു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞവരോട്, ഇത് നിങ്ങൾ കിടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞു. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഇനി വേറൊരു വാക്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. സ്തോത്രം. യോഹന്നാൻ 6:39-40 വായിക്കാം. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തിനാണ് ഉയർത്തെഴുന്നേൽപ്പിക്കാമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അടുത്ത് ഇത്രയും നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. യേശു ക്രിസ്തു പറഞ്ഞ വചനം അനുസരിച്ച് ജീവിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. ആ പിതാവിൻ്റെ ഇഷ്ടമാണ് നമ്മളിൽ നിറവേറേണ്ടത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കടം മാറ്റുകയല്ല, കഷ്ടത മാറുകയല്ല, രോഗം മാറുകയല്ല, കാറ് മേടിക്കുകയല്ല, വീട് മേടിക്കുകയല്ല, ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി കൂട്ടുകയല്ല. അതല്ല, അത് മറ്റൊരു സുവിശേഷമാണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവാണ്. അവർ പ്രസംഗിക്കുന്ന മറ്റൊരു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം. നമ്മുടെ ഇന്ന് കാണുന്ന ജീവിതം 60-70 വയസ്സ് കഴിയുമ്പോൾ പോകുന്ന പോലെ അവിടെ നിന്ന് എത്ര പിടിച്ചു നിർത്തിയാലും രക്ഷയില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ഓർമ്മ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ ഒരു സഹോദരനെ കാണാനായിട്ട് ഞാൻ അവിടെ ചെന്നു. ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ചെന്നപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുന്ന ഞാൻ കണ്ടു. എന്തോരം ആരോഗ്യമാണെന്നറിയോ, ഇരുമ്പ് പോലെ ഇരിക്കുന്ന മനുഷ്യൻ. നമ്മൾ വിചാരിക്കുന്നു നല്ല വ്യായാമമൊക്കെ ചെയ്ത് എക്സസൈസ് മസിലൊക്കെ വെച്ചാൽ അറ്റാക്ക് വരില്ലെന്നും. അറ്റാക്കിന് അങ്ങനെയൊന്നുമില്ല, ഏവനെയും കയറി പിടിക്കും. ഈ മനുഷ്യൻ മരിക്കാൻ നേരത്ത് ആ കാലുകൾ വെച്ച് ആ കട്ടിലിൻ്റെ ഇതിലിങ്ങനെ ചവിട്ടി, ആ പ്രാണം പോകുന്ന സമയത്ത് ചവിട്ടിയിട്ട് ആ കട്ടിൽ ഒടിഞ്ഞു പോകുന്നതിന് തോന്നിപ്പോയി. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ മരിക്കുന്നത്, അറ്റാക്ക് വന്നിട്ട് മരിക്കുക, ബലം മുറുകെ പിടിച്ച് അറ്റാക്ക് വന്ന് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത് പഠിക്കുന്ന സംഭവം പേടിച്ചു പോകും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ. സ്വത്രം. ആ മരണം ഏത് മനുഷ്യനെ ഏത് സമയത്തും കാർന്നു തിന്നാം. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അത് മരിച്ചു കഴിഞ്ഞാലും നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ കൂടാരം മാത്രമേ പൊളിഞ്ഞു പോകുന്നുള്ളൂ. നമ്മുടെ അകത്തെ മനുഷ്യൻ നിത്യതയിൽ ദൈവസന്നിധിയിൽ വിശ്രമിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ സ്വർഗരാജ്യത്തിലേക്ക് ചെന്നെത്താനിടയായിത്തീരും. ഈ കൂടാരം മാത്രമേ പൊളിഞ്ഞു പോകത്തുള്ളൂ.
നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലോക ജീവിതം കഴിഞ്ഞാൽ നിത്യമായൊരു ജീവിതം സ്വർഗത്തിൽ അവന് കിട്ടാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശിഷ്യന്മാര്, സ്തോത്രം, പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാര് രക്തസാക്ഷികളായി തീർന്നെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കും രക്തസാക്ഷിത്വം കിട്ടുമെന്ന് ഓർത്ത് നമ്മൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. അവർ രക്തസാക്ഷികളായി തീർന്നെങ്കിൽ അവർ സൂര്യനെ പോലെ ശോഭിക്കുന്ന ദിവസമുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം അവർക്ക് കിരീടങ്ങളെല്ലാം അണിയിച്ച് അവരുടെ ശുശ്രൂഷകൾക്ക് തക്കതായ ഓരോ കിരീടങ്ങൾ കൊടുത്ത് മഹത്വപൂർണമായ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അവർക്ക് അവിടെ കാണാൻ കഴിയും. നാമും ആ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ വചനമനുസരിച്ച് ജീവിച്ചാൽ നമുക്കും തീർച്ചയായിട്ടും നിത്യതയിൽ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ നിത്യമായി നമുക്ക് ജീവിക്കാൻ കഴിയും. ഈ ലോകം, ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഇരുന്നിങ്ങനെ ചിന്തിക്കാനിടയായി. ഒരു മനുഷ്യന് 50, 60, 70 വയസ്സ് വരെ ഭൂമി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പോയേ പറ്റൂ. ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ആയുസ് 70 or 80 മോശ എഴുതിയിരിക്കുന്നത് 90 സങ്കീർത്തനപ്രകാരം. അത് കഴിഞ്ഞാൽ ഈ ഭൂമി ഇത് മാറ്റപ്പെടണം. എങ്ങോട്ട് മാറ്റപ്പെടണം? എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അതിനെക്കുറിച്ച് ആർക്കെങ്കിലും വ്യക്തതയുണ്ടോ? ഉണ്ട്. ദൈവമക്കൾക്കുണ്ട്, ദൈവസഭയ്ക്കുണ്ട്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർക്കും കർത്താവിനും അതിനെക്കുറിച്ച് ഉറപ്പുണ്ട്. ലാസർ മരിച്ചു കിടക്കുമ്പോൾ യേശു എന്താ പറഞ്ഞു? ലാസർ മരിച്ചു കിടക്കുമ്പോൾ യേശു എന്താ പറഞ്ഞു? ലാസർ ഉറങ്ങുകയാണ്, എന്തിനാ ഉള്ളുകയാണ്, നമ്മളെ ഉറങ്ങാൻ പോവുക. നമ്മളാണെങ്കിൽ അവൻ ചത്തുപോയി, അയ്യോ ചത്തുപോയി. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ അവൻ ഉറക്കത്തിലേക്ക് പോവുകയാണ്. ഈ സിനിസാറുകളും ഈ സെലിബ്രിറ്റികളും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും മരിച്ചു കഴിയുമ്പോൾ അവിടെ കിടന്ന് അലമുറയിടുന്നതിൻ്റെ കാര്യം എന്താ? അവർ പോയി, അവരെന്നേക്കുമായി പോയി. എന്നാൽ ദൈവകൃപയുള്ള ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തൻ മരിക്കുമ്പോൾ ആരും കരയരുത്. ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ കടന്നു വന്ന് നിങ്ങൾ കരയേണ്ട കാര്യമൊന്നുമില്ല. ദൈവദാസനെ ദൈവം ചേർത്തതിന് ആ സ്തോത്രം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോയിക്കോളാം. കിടന്ന് കാറേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴേ ഞാൻ പറഞ്ഞു വയ്ക്കുക. കാരണം ഞാൻ മരിച്ചാൽ, നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് മരിക്കുന്നവർ അവസ്ഥയുണ്ട് കേട്ടോ, അവസ്ഥ അനുസരിച്ച് ജീവിച്ചോണം. ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ നിദ്രയിലേക്ക് പോവുക. കർത്താവിൽ നിദ്ര പ്രാപിച്ചു. കറക്റ്റ്. കാഹളം ധനിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തടകുടഞ്ഞ് എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. ആ പോകുന്ന സമയത്ത് ഒരു രൂപാന്തര ശരീരം നമുക്ക് കിട്ടും. ഇപ്പോഴുള്ള ശരീരമൊന്നുമല്ല. ഇപ്പോൾ ഈ പുട്ടിയൊക്കെ ഇട്ടിങ്ങനെ മിനുക്കിക്കൊണ്ട് കിടക്കുന്ന ശരീരം അതൊന്നുമല്ല. നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരം രൂപാന്തര ശരീരം. അതിന് കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, ലാസ്റ്റ് മരണമില്ല. ഈ കാണുന്ന, ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാം നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിലുണ്ടെങ്കിൽ, ഈ പേന, ഈ ഫോണ്, ഇതിനെല്ലാം എക്സ്പയറി ഡേറ്റ് ഉണ്ട്. IT ഫീൽഡിൽ ജോലിയുള്ളവർ ഈ ഫോണ് 2 വർഷം ഉപയോഗിക്കും വച്ചിട്ടുണ്ട്. സ്തോത്രം. അത്രേ ഉള്ളൂ അതിൻ്റെ ആയുസ്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള അകത്തെ മനുഷ്യന് ഒരു പരിധിയില്ല. അവൻ്റെ ആയുസ്സിന് യാതൊരു കൗണ്ടിങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കോടാനുകോടി വർഷം സ്വർഗത്തിൽ സ്വർഗീയ സന്തോഷത്തിൽ ജീവിക്കാനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്തത്, നമ്മെ ദത്തെടുത്തത്, നമ്മെ വിലയ്ക്ക് വാങ്ങിയത്, നമുക്ക് നിത്യജീവൻ തന്നത്. ഹല്ലേലൂയ. ആ ഒരു ചിന്ത, ഉൾബോധം നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കണം. ഞാൻ മരിച്ച് മണ്ണിന് വളമായി തീരേണ്ട ആളല്ല. മരിച്ച എൻ്റെ മണ്ണ്, എൻ്റെ ശരീരം മണ്ണിനോട് ചേർന്നാലും എന്നിലുള്ള അകത്തെ മനുഷ്യനെ ദൈവം ഉയർപ്പിച്ച്, പൗലോസ് പറയുന്നു, അവൻ ഞങ്ങളെ ഉയർപ്പിച്ച് ദൈവത്തോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം നിർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവൻ ഞങ്ങളെ ഉയർപ്പിക്കും, അവൻ ഞങ്ങളെ ജീവിപ്പിക്കും, അവൻ ഞങ്ങൾക്ക് നിത്യജീവൻ തരും. അതാണ് നമ്മുടെ പ്രത്യാശ. മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള കരച്ചിലും കാറിലും കണ്ടാൽ നമുക്ക് സങ്കടം വരും. എന്നാൽ ചിലർ മരിച്ചു കഴിയുമ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് സന്തോഷിക്കാൻ പാടില്ല. കാരണം എന്താ? പ്രത്യാശയുടെ വചനങ്ങൾ ദൈവവൃത്യന്മാരുടെ പറയാനിടയായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവിൻ്റെ ദാസന്മാരെ സ്തോത്രം അനേക വചനങ്ങൾ ദൈവദാസൻ വായിച്ച് കേൾപ്പിച്ചു. ആ വചനങ്ങളൊന്നും എൻ്റെ വചനങ്ങളല്ല, കർത്താവ് പറഞ്ഞ വചനങ്ങളാണ്, അപ്പോസ്തലന്മാർ പറഞ്ഞ വചനങ്ങളാണ്. അത് നിത്യജീവന്റെ മൊഴികളാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. എന്നാൽ ആ നിത്യജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല.
കർത്താവ് യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞൊരു പരാതിയാണ്. അതുപോലെ ഇന്നും നിത്യജീവൻ പ്രാപിക്കാൻ പെന്തക്കോസ്തുകാർക്ക് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാൻ മനസ്സില്ല. അവർക്ക് കടം മാറ്റി കിട്ടിയാൽ മതി, അവർക്ക് കഷ്ടത മാറിയാൽ മതി, അവർക്ക് വീട് കിട്ടിയാൽ മതി, അവർക്ക് കാറ് കിട്ടിയാൽ മതി, അവർക്ക് മക്കൾക്ക് ജോലി കിട്ടിയാൽ മതി, അവർക്ക് ലോകത്തിൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മതി. നിത്യജീവൻ ആർക്കും വേണ്ട. നമ്മളങ്ങനെ ആകരുത്. നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നത് നിത്യജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ സഹോദര, നിന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, കാവ്യദാസനെ സ്നേഹിച്ചു, മാനവജാതിയെ സ്നേഹിച്ചു, ലോക മനുഷ്യരെ മുഴുവൻ സ്നേഹിച്ചു. എന്തിനാ? നിത്യജീവൻ പ്രാപിക്കാൻ. നിത്യജീവൻ. പാപത്തിന് ശമ്പളമുണ്ട്, അതാണ് ആത്മമരണം. ആ പാപത്തിൻ്റെ മുഴുവനും ദൈവപുത്രനായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കൊടുത്തു തീർത്തിട്ട് നമുക്ക് നിത്യജീവൻ തരാനിടയാണ്. ഇനി ഈ വിഷയത്തെ ഞാൻ പഴയ നിയമത്തിലെ ഒരു അധ്യായം എടുത്ത് സംക്ഷിപ്തമായി പറഞ്ഞ് ഈ മെസ്സേജ് നിർത്താനാണ് കർത്താവിൽ ശരണപ്പെടുന്ന. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വായിക്കാം. എക്സോഡസ്, ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിക്കാം. പുറപ്പാട് 12-ന്റെ 1 മുതൽ 3 വരെ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളിലായി മഹായാഗം 1-ാം മാസമായി 1 മുതൽ 13 വരെ, 3 അല്ല, സോറി, 13 വരെ. വായിച്ചാട്ട് പാസ്. ഈ മാസം 10-ാം അതിന് മുമ്പത്തിന് എടുക്കണം. 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 ആയിരിക്കണം. ആകാം. സൂക്ഷിക്കണം. 4 ദിവസം സൂക്ഷിച്ച ആട്ടുകുട്ടിയെ അറുക്കണം. 4 ദിവസം. സ്വത്രം ആദാം പാപം ചെയ്ത് വീണുപോയ 4000 വർഷം കഴിഞ്ഞ് മനുഷ്യനെ വീണ്ടെടുക്കുന്ന ചിത്രമാണ് ഈ 4 ദിവസം എന്നുള്ളത്. 4 ദിവസം വരെ സൂക്ഷിച്ച് അറുക്കുക എന്ന് പറഞ്ഞാൽ ഈ ആട്ടുകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളക്കാലും കുറുമ്പടിമേലും പുരട്ടണം. ഇസ്രായേൽ മക്കൾ സ്വത്രം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം കൊടുക്കുന്ന ചില പ്രമാണങ്ങളാണ്, ചില വ്യവസ്ഥകളാണ്. ഒരാട്ടുംകുട്ടിയെ എടുക്കുക, ഊനമില്ലാത്ത ആട്ടുംകുട്ടിയെ എടുത്ത് 4 ദിവസം സൂക്ഷിച്ച് 4000 വർഷം കഴിഞ്ഞ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് കാണിക്കുന്നു. 4 ദിവസം കഴിഞ്ഞ് ഇതിനെ അറുത്തിട്ട് ഇതിൻ്റെ രക്തമെടുത്ത് എന്ത് ചെയ്യണം? കട്ടളക്കാലും കുറുമ്പടി മേലും പുരട്ടണം. എന്നിട്ട് രാത്രിയിൽ അവരത് തിന്നണം. തിന്നണം. കയ്പ് ചീരയോടുകൂടി തിന്നണം. അപ്പൊ ആട്ടുകുട്ടിയെ തിന്നാൻ ഒരു വ്യവസ്ഥ കൊടുക്കുക. കയ്പ് ചീരയോടുകൂടി തിന്നണം. തലയും കാലും പച്ചയായിട്ടോ പുഴുകിയതായിട്ടോ തിന്നരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് അതിലൊട്ടി ശേഷിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അടുത്ത് കൊടുക്കുന്ന പ്രധാന പ്രമാണം അരകെട്ടിയും കാലിന് ചെരിപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും നിങ്ങൾ തിന്നണം. അപ്പോൾ ഈ ആട്ടിൻകുട്ടിയെ കയ്പിചീരോടുകൂടി തിന്നണമെന്നുള്ളത് പ്രധാനം. ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാലം കുറുമ്പടി മേലും പുരട്ടണമെന്നുള്ളത് പ്രധാനം. ഇത് തീ പുഴുങ്ങാതെ തീയിലിട്ട് തന്നെ ചുറ്റു തിന്നണമെന്നുള്ളത് പ്രമാണം. ദൈവപുത്രൻ ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ വെന്തരിഞ്ഞു എന്നുള്ളതിന് സമാനമാണത്. തീയിൽ ചുട്ട ആട്ടിൻകുട്ടിയെ കയ്പിചീരോടുകൂടി തിന്നണം. തിന്നാൻ നേരത്ത് കൊടുത്തിരിക്കുന്ന പ്രമാണം 11-ാം വാക്യം, അരകെട്ടിയും കാലിന് ചെരിപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട്
നിങ്ങൾ തിന്നേണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹയാകുന്നു. അവിടെ നിൽക്കേണ്ട പാസ്റ്റർ വായിക്കണം, എന്നിട്ട് കൂടി വായിക്കണം. ഈ 4 ദിവസം സൂക്ഷിച്ച ആട്ടുംകുട്ടിയെ എങ്ങനെ തിന്നണം? 6 മാസം 14 തീയതി വരെ സൂക്ഷിക്കണം. അടുത്ത അതിനെ അറുക്കണം. പുരട്ടണം. 10-ാം തീയതി ആട്ടുകുട്ടി എടുക്കണം, 14-ാം തീയതി എടുക്കണം. അപ്പോൾ 4 ദിവസം 4000 വർഷമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ 12-ാമത്തെ വാക്യം പ്രധാന വാക്യമാണത്. 15-ാം വാക്യം, അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടിപിടിച്ചും. എന്താ അതിൻ്റെ അർത്ഥം? ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ മൊബൈലിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. പ്രിയ ദൈവമക്കളെ, വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട വിഷയമാണിത്. ഈ അപ്പം എങ്ങനെയാ തിന്നേണ്ടത്? അരകെട്ടണം. യേശുക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്രികരായി, നമ്മൾ പരദേശികളാണ്, നമ്മൾ പ്രവാസികളാണ്. കർത്താവിനെ കണ്ടെത്തി, കർത്താവിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു, ദൈവമക്കളായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങിയവരാണ് ഏത് സമയവും. പിന്നെ അരുമനാഥൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു പ്രധാന വിഷയമാണ്. പിതാക്കന്മാർ പഠിപ്പിച്ച വിഷയം ഞാൻ അങ്ങനെ തന്നെ പറയുക. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിക്കുക. യഹൂദൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെടാനായിട്ട് പോകുന്ന സമയത്ത് ഒരു ഒരുക്കത്തെ കാണിക്കുന്നത്. യഹൂദൻ്റെ യാത്രയും നമ്മുടെ ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് ആത്മീയ കനാനാകുന്ന സ്വർഗരാജ്യത്തേക്കുള്ള യാത്രയും തമ്മിൽ ഒരു കമ്പയർ സ്റ്റഡിയാണ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് കർത്താവ് തരുന്നത്. യഹൂദൻ്റെ യാത്രയും നമ്മുടെ യാത്രയും, അവർ ആട്ടുകുട്ടിയെ തിന്നുക, യേശുക്രിസ്തുവിനെ ആത്മീകമായി ഭക്ഷിക്കുന്നതിന് തുല്യമാണത്. യേശുക്രിസ്തുവിനോടുള്ള വീണ്ടെടുപ്പാണ് ഈ തീയിൽ ചുട്ട ആട്ടുകുട്ടിയെ കഴിക്കുന്നത്. ദൈവക്രോധത്തിൽ വെന്തരിഞ്ഞ ഒരു യാഗമൃഗത്തെയാണ് തീയിൽ ചുട്ട ആട്ടുകുട്ടിയെ കാണിക്കുന്നത്. ആട്ടുകുട്ടിയെ ഭക്ഷിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ആട്ടുകുട്ടിയെ നമ്മളെങ്ങനെ ഭക്ഷിച്ചത്? ഞാൻ ഇവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവിനെ നമ്മൾ ഭക്ഷിക്കുന്നു, കർത്താവിൻ്റെ വചനം ഭക്ഷിക്കുന്നു. അതുപോലെ യഹൂദൻ ആട്ടുകുട്ടിയെ ഭക്ഷിക്കുന്നു. ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ? പുറപ്പാടാണ്. പിന്നെ ഇവിടെ അധിക സമയമില്ല. കർത്താവിനെ കണ്ടെത്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച് ദൈവവചനമായി തീർന്നാൽ പിന്നെ ഈ ലോകത്തിലെ വിഷയങ്ങളല്ല, ഒരു പുറപ്പാടിന് വേണ്ടി ഒരുങ്ങിക്കോണം. ഏത് സമയത്തും ഒരുങ്ങിക്കൊള്ളണം. കാഹളം ധ്വനിക്കുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു യാത്രികനായി നമ്മൾ തീരണം. അരകെട്ടി, കാലിന് ചെരുപ്പിട്ട്, കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. അപ്പോൾ ഒരു പാസേ, ഈ ആട്ടുകുട്ടി തിന്നു കഴിയാൻ നേരത്ത് പിന്നെ ചെരുപ്പ് എവിടെ, വടിയെവിടെ നോക്കി നടക്കാനുള്ള നേരമില്ല. ഒരുക്കം പ്രാപിച്ചിട്ട് വേണം ഭക്ഷിക്കാൻ. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുക്കമാണ് നമുക്ക്. നിത്യതയിലേക്കുള്ള ഒരുക്കമാണ്. പിന്നെ ഈ ലോകത്തിൻ്റെ പുറകെ പോകാനുള്ളവരല്ല, ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്കെതിരെ പോകാനുള്ളവരല്ല. നമ്മൾ ഒരുക്കത്തിലായിരിക്കണം. ഒരുക്കത്തിൽ ഏത് സമയത്തും കാഹളം ധ്വനിക്കുമ്പോൾ പോകാൻ വേണ്ടി ഒരു യാത്രികനായി, ഒരു പരദേശിയായി, ഒരു പ്രവാസിയായി എപ്പോഴും നമ്മൾ ഇവിടെ ജീവിക്കണം. കാര്യം അതിൻ്റെ പൊരുളാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. സ്തോത്രം, സ്തോത്രം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും വാടി പിടിച്ചും കൊണ്ട് നിങ്ങൾ ഇതിലെ തിന്നണം, തിടുക്കത്തോടെ തിന്നണം. ദൈവവചനം ഭക്ഷിക്കുമ്പോൾ ഉറങ്ങും തൂങ്ങിയിരുന്നല്ല ഭക്ഷിക്കേണ്ടത്. ആത്മാവിൽ എരിവോടെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. അലസന്മാരായി, മടിയന്മാരായി ഇരിക്കരുത്. പ്രാർത്ഥനാ ജീവിതമില്ല, വിശുദ്ധ ജീവിതമില്ല, വചനധ്യാനമില്ല, ആർക്കും സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഒരുക്കത്തിൻ്റെ ജീവിതമാണ്. അതെവിടെ കാണിക്കുന്നു. പണ്ട് പാസ്റ്റർമാർ പ്രസംഗിക്കും, ഇനി പ്രസംഗിക്കാൻ ആളില്ല ഇവിടെ. അതുകൊണ്ടായിരിക്കും എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. മനസ്സിലായോ? കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൻ്റെ പുറകെ അല്ല പോകേണ്ടത്. പിന്നെ എങ്ങനെയും ദൈവരാജ്യം പ്രാപിക്കണം. ഒരുക്കം.
ആത്മീകമായ ഒരുക്കത്തിലായിരിക്കണം. യഹൂദൻ മിസ്രൈം വിട്ട് കനാനിലേക്ക് പോകാൻ ഒരുങ്ങിയതുപോലെ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് പുതിയ നിയമസഭ ആത്മീക കനാനാകുന്ന സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയെ തടയാൻ ദുഷ്ടനായ സാത്താൻ നമുക്കെതിരെ ഉണ്ട്. ലോകം, ജഡം, പിശാച് നമുക്കെതിരെ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് അല്ല, അവനോട് പോരാടിക്കൊണ്ട് യാത്ര ചെയ്യണം. അല്ല, യാത്രയ്ക്ക് തടസ്സം സംഭവിക്കും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോയ ജനത്തെ ക്ലാസ് വായിച്ചിട്ടില്ലേ? അങ്ങോട്ട് പോകാൻ നേരത്ത് എന്താ പറയാൻ പറഞ്ഞത്? പോയി പിടിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലേ? ശത്രു പിറകെ വന്നു. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ഔഷധം പ്രാപിച്ച് പാട്ടും പാടി പോകുക. അയ്യോ, ഇനി എന്നെ ഒന്നും ചെയ്യത്തില്ല. നിന്റെ ഇടപാട് തീർക്കും സാത്താൻ. അതിനാ പൗലോസ് ആത്മാവിൽ സർവായുധവർഗം തന്നിരിക്കുന്നത്. സർവായുധവർഗം വെച്ച് പിശാചിനോട് എതിർത്ത് നിന്നോണം. യോഹന്നാൻ അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്, യാക്കോബ് അത് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോസ്തലന്മാർ എല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നു, സാത്താനോട് എതിർത്ത് നിൽക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ സാത്താനോട് എതിർത്ത് നിൽപ്പീൻ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ സാത്താനോട് എതിർത്ത് നിൽപ്പീൻ. പിന്നെ യോഹന്നാനല്ല പറയാം, യാക്കോബ്, പത്രോസ് സാത്താനോട് എതിർത്ത് നിൽപ്പീൻ. 3 അപ്പോസ്തലന്മാർ ഒരുമിച്ച് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇതിലെന്തോ കടമ്പുണ്ട്. നമ്മളിപ്പോൾ സാത്താൻ്റെ തോളെ കൈയിട്ട് നടക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ അനേക വിശ്വാസികളെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവുക. കാരണം അവൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുക. ഇപ്പോൾ അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുക. അല്ല, ആട്ടുംകുട്ടിയെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, തീയിൽ ചുട്ട ആട്ടുംകുട്ടിയെ ഭക്ഷിച്ചു കഴിഞ്ഞ യഹൂദൻ്റെ ഏക പ്രധാന ലക്ഷ്യം പുറപ്പാടാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച ദൈവത്തിൻ്റെ ഏക ലക്ഷ്യം പുറപ്പാടാണ്. ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ രക്ഷിച്ച് സ്വർഗത്തിൽ നമുക്ക് ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം പ്രാപിക്കാനുള്ള പുറപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. ആ പുറപ്പാടിൻ്റെ ഇടയിൽ കുട്ടികളെ പഠിപ്പിക്കാം, ജോലി ചെയ്യാം, എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്യാം, ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. ലക്ഷ്യം പുറപ്പാടാണ്. ഇവിടെ പുറപ്പെടാൻ ഒരുങ്ങിയിരുന്നോണം. ഏത് സമയത്തും ഒരിക്കിട്ടത്തോടെ നമ്മുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടാം. ഞാൻ സാധാരണ പറയാറുള്ളത്, കഴിക്കുന്ന വിഷം അല്ലേ, കുടിക്കുന്ന വിഷം, ശ്വസിക്കുന്നത് പിന്നെന്താ, പിന്നെങ്ങനെ ചാകാതിരിക്കുന്നത്? ഏത് സമയത്തും നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. പക്ഷേ നമ്മൾ ആ ഒരുക്കത്തിലായിരിക്കണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സഹോദരൻ എന്ത് ചെയ്യണം? ഓട്ടം, ജീവിതം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിര ഓട്ടം ജീവിതം. ആ ഓട്ടത്തിൽ എങ്ങനെയായിരിക്കണം? മുറുകെ പറ്റുന്ന പാപവും വിട്ട്, സ്വത്രം, എല്ലാ ദൈവഹിതമല്ലാത്ത അവസ്ഥകളൊക്കെ വിട്ട്, വിഗ്രഹാരാധന വിട്ട്, ദ്രവ്യാഗ്രഹം വിട്ട്, ലോകസ്നേഹം വിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. ഓട്ടം ജീവിതമാണ്. എങ്ങോട്ടുള്ള ഓട്ടം? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ, പിൻപുള്ളത് മറന്ന് മുൻപിലുള്ള ആഞ്ഞും കൊണ്ട് പരമയുടെ വിരുദിനായി ലാക്കിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഓടുക. സ്വർഗരാജ്യം പ്രാപിക്കാൻ, നിത്യരാജ്യം പ്രാപിക്കാൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ഞാൻ സാധാരണ പഠിപ്പിക്കാറുള്ളത്, ട്രാക്കിൽ വന്ന് നിന്നിട്ടേ ഉള്ളൂ. അതേ ഉള്ളൂ ഈ 3 കാര്യം. പിന്നെ ഓടണം, പിന്നെ അവിടെ നിന്ന് ജീവിക്കണം. അവിഷയം പോലും പ്രാപിക്കാത്ത എങ്ങനെയാണ് ഓടുന്നത്? ചിന്തിച്ചോണേ. അവിഷയം പ്രാപിച്ച് ആത്മശക്തി പ്രാപിച്ചോണം. കൃപാവരങ്ങളെ പ്രാപിക്കണം. ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവും വിശുദ്ധ ജീവിതവും സ്വത്രം വചനവസ്തുപ്രകാരമുള്ള എല്ലാ അനുഭവങ്ങളും നമ്മൾ പ്രാപിച്ചോണം. അങ്ങനെ പ്രാപിച്ചൊരു യാത്രികനായി നമ്മൾ ഓടിക്കൊണ്ടിരുന്നോണം. ആ ഓടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ബാക്കി കർത്താവ് നോക്കും. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഓട്ടം തേക്കാൻ കഴിഞ്ഞില്ലല്ലോ, അത് കർത്താവ് തേച്ചോളും. പക്ഷെ നീ ട്രാക്കിലായിരിക്കണം, നീ ഓട്ടത്തിലായിരിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ നീ അരമുറുക്കി ചെരുപ്പിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതിയേക്കണേ? സ്വത്രം, അരകെട്ടി മുറുക്കി ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചോണം. വചനം ഭക്ഷിക്കണം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പഴയ യഹൂദൻ ആട്ടുംകുട്ടിയെ തീച്ചുണ്ട് ഭക്ഷിച്ചെങ്കിൽ നമ്മൾ ദൈവവചനം ഭക്ഷിക്കുന്നു, ആത്മാവിനെ പാനം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ വീണുപോയാൽ നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ദൈവം നമ്മെ സഹായിക്കും. ഓടാതിരുന്നാൽ എങ്ങനെ രക്ഷപ്പെടും?
ഓടാത്തൊരു വ്യക്തിക്ക് എങ്ങനെ സ്വത്രം കിരീടം കിട്ടും? ഹല്ലേലൂയ. ഈ ആത്മീയ ഓട്ടത്തിൽ നമ്മെ സഹായിക്കാൻ കർത്താവ് എന്താ പറഞ്ഞു? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ട്, നമ്മോട് കൂടെ ഇരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. പഴയ നിയമം പ്രസംഗിക്കത്തില്ലെന്നാണ് പലരും പറഞ്ഞു. ഇത് പഴയ നിയമം ഞാൻ പ്രസംഗിച്ചത്. ഈ ജീവിതത്തിലോട്ട് ആട്ടുകുട്ടി യേശു ക്രിസ്തുവാണ്, നിഴലായിട്ട് കിടക്കുക. പൊരുളായ യേശു ക്രിസ്തു സ്വത്രം. നമ്മൾ 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വചനങ്ങൾ, ജീവൻ്റെ അപ്പം സ്വത്രം കർത്താവാണ്. അപ്പോൾ ആ കർത്താവിനെ ഭക്ഷിച്ച് പാനം ചെയ്ത്, വചനം ഭക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് നിത്യതയിലേക്ക് ഓടുവാൻ സർവശക്തനായ ദൈവം ഈ ചെറിയ സന്ദേശം മുഖാന്തരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഏവർക്കും, വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ കേൾക്കുന്ന അനേകരുണ്ട്, എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോരേക മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോരേ മാത്രമല്ലയോ. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. കർത്താവേ, വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.